ാണ് ഛത്തീസ്ഗഡിൽ 18 മാവോയിസ്റ്റുകളെ വധിച്ചതായി BSF. കാങ്കർ ജില്ലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. അർജുൻ പീതാംബരനുണ്ട് വിവരങ്ങളുമായി. അർജുൻ, എന്താണ് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? സന്ധ്യ, ഇപ്പോഴും ഈ പ്രദേശത്തെ ഏറ്റുമുട്ടൽ തുടരുക തന്നെയാണ്. ഒരു സംയുക്ത സുരക്ഷാ സേന തന്നെ അവിടെയുണ്ട്. പ്രത്യേകിച്ചും ഛത്തീസ്ഗഡ് പോലീസിൻ്റെയും അതുപോലെ തന്നെ BSF-ഉം ഇവരുമായിട്ടാണ് ഈ മാവോയിസ്റ്റിൻ്റെ നക്സലൈറ്റ് ഏറ്റുമുട്ടൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 18 പേരെ വധിച്ചതായിട്ട് ഇതിനോടകം തന്നെ BSF വ്യക്തമാക്കുന്നു. അതിനോടൊപ്പം തന്നെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക്, സുരക്ഷാ സേനയിലെ 3 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ അടുത്ത 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ഇലക്ഷനാണ്. പ്രത്യേകിച്ചും ബസ്തർ മേഖലയ്ക്ക് അടുത്തുള്ള കാങ്കർ മേഖലയിലാണ് ഈ ഒരു ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നതും. അതായത് ഛത്തീസ്ഗഡിലെ 11 ലോക്സഭാ മണ്ഡലങ്ങളിൽ ബസ്തർ മണ്ഡലം മാത്രമാണ് തിരഞ്ഞെടുപ്പിന് പോകുന്നത്. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ തിരച്ചിൽ നടക്കുകയും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ നടക്കുന്നതിനിടയിലാണ് ഈ സുരക്ഷാ സേനയ്ക്കെതിരെ ഇത്തരത്തിൽ വെടിവെപ്പ് ഉണ്ടാകുന്നതും തുടർന്ന് അത് വലിയ രീതിയിലൊരു ഏറ്റുമുട്ടലിലേക്ക് പോയിരിക്കുന്നതും. ഇപ്പോഴും ഏകദേശം 60,000-ഓളം സേനയെ, പ്രത്യേകിച്ചും BSF-ൻ്റെയും CRPF-ൻ്റെയും അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് പോലീസിൻ്റെയും ഏകദേശം 60,000-ഓളം തന്നെ വരുന്ന സേനാ വിന്യാസമാണ് ഈ പ്രദേശത്തുള്ളത്. ഇവരെ കൂടുതൽ ആളുകളെ ഈ ബസ്തർ മേഖലയിലേക്ക്, ഈ ഏറ്റുമുട്ടൽ നടക്കുന്ന കാങ്കർ മേഖലയിലേക്ക് എത്തിച്ച് തിരച്ചിൽ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്ക് ഇപ്പോൾ സുരക്ഷാ സേന എത്തിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ 18 പേരെ വധിച്ചു എന്നുള്ള കാര്യമാണ് BSF ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഏറ്റുമുട്ടൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇനിയും കാഷ്വാലിറ്റീസ് ഒരുപക്ഷെ നക്സലൈറ്റുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതേസമയം തന്നെയാണ് സുരക്ഷാ സേനയിലെ 3 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റ് അവർ ചികിത്സയിലുള്ളത്.